ഹായ് അസ്സലാമു അലൈക്കും. ഇന്നൊരു റൈസ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പിയാണിത്. ഇതിന് വേണ്ടി ഇവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു വലിയ സവാള 4ആയിട്ട് കട്ട് ചെയ്തത്, 10-12 അല്ലി വെളുത്തുള്ളി, 2 ബേ ലീവ്സ് ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. 1.5 കപ്പ് റൈസാണ് എടുക്കുന്നത്, അപ്പോൾ അതിലേക്കുള്ള വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ് നേരമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. 5 വിസിലോളം അടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഫുൾ പ്രഷറും പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ മട്ടനൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മട്ടൻ പീസസും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളിയവയൊക്കെ മാറ്റി വെക്കാം. ഇനി ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുത്ത് വരാം. ഏകദേശം 2.25 കപ്പോളം വെള്ളമാണ് എനിക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇനി 3 കപ്പ് തികക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കുരുമുളക്, ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്കത് ഓർമ്മ വന്നത് തൈര് ചേർത്തില്ലല്ലോ എന്ന്. തൈര് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ തൈര് ചേർത്തത്. നമ്മൾ മട്ടൻ പീസസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ സെല്ല റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ബസ്മതി റൈസ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലായിട്ടാണ് ആദ്യത്തെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അത് മീഡിയം ഫ്ലെയിമിലാക്കി ഏകദേശം വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കളർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തതും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കണം. നമ്മൾ നെയ്ച്ചോറൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. നമുക്കിത് ഓപ്പൺ ചെയ്യാം. റൈസൊക്കെ നല്ല പോലെ കുക്കായി തമ്മിലൊട്ടി പിടിക്കാതെ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ഈ ഈദിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.